ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഷോമിയുടെ ലേറ്റസ്റ്റ് ഡിവൈസായ ഷോമി റെഡ്മി 6 ആണ്. കഴിഞ്ഞ മാസമാണ് ഇന്ത്യയിൽ ഇത് അനൗൺസ് ചെയ്തത്. റെഡ്മി 5ൻ്റെ ഒരു സക്സസറാണ് റെഡ്മി 6 എന്ന് പറയുന്നത്. ചെറിയൊരു ബഡ്ജറ്റിൽ ഡ്യുവൽ ക്യാം സെറ്റപ്പ് അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ ഫോണിൻ്റെ ഒരു ബെനിഫിറ്റ്. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം ഷോമി മീഡിയാടെക് കോമ്പിനേഷൻ റെഡ്മി 6ൽ ഒന്നിക്കുകയാണ്. 2GB റാം 16GB ഇൻറ്റേർണൽ സ്റ്റോറേജിലും 3GB റാം 32GB ഇൻറ്റേർണൽ സ്റ്റോറേജിലും രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക്, ബ്ലൂ, റോസ് ഗോൾഡ് കളറുകളിൽ ഫോൺ അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിലുള്ള ബേസ് വേരിയൻ്റായ 3GB റാം 32GB ഇൻറ്റേർണൽ സ്റ്റോറേജുള്ള മോഡലാണ്. ഇതാണ് ഫോണിൻ്റെ ബോക്സ് പാക്കിംഗ് എന്ന് പറയുന്നത്. ബാക്കിൽ സ്പെസിഫിക്കേഷൻസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, മീഡിയാടെക് ഹീലിയോ P20 പ്രൊസസ്സർ, 5.45 ഇഞ്ച് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, പിന്നെ ഫേസ് അൺലോക്ക് തുടങ്ങിയ കാര്യങ്ങളും എല്ലാം ഈ ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബോക്സ് ഓപ്പൺ ആക്കി അകത്ത് എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഡിവൈസ് റെഡ്മി 6 ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ബോഡി പ്ലാസ്റ്റിക്കിലാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പ്രീമിയം ലുക്ക് ഫോണിന് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു വാറണ്ടി ഇൻഫർമേഷൻ കാർഡും കുറച്ച് യൂസർ മാനുവൽസുമാണ്. പിന്നെ വരുന്നത് ഒരു 5 വോൾട്ട് 1 ആംപിയറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഷോമി ചാർജറാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഒരു USB കം ഡാറ്റാ സിങ്കിങ് കേബിളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു സിം ചെക്കർ ടൂളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോൺ അധികം വലുതല്ല, ചെറിയൊരു കയ്യിൽ ഒതുങ്ങുന്ന ഫോണാണ്. ചെറിയൊരു ഗ്രിപ്പ് നല്ല രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോൺ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്നത് ഒരു 5.45 ഇഞ്ച് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ബാക്ക് സൈഡിൽ വരുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പും LED ഫ്ലാഷ് ലൈറ്റും ഫിംഗർ പ്രിന്റ് സെൻസറുമാണ്. താഴ്ഭാഗത്ത് ചാർജിംഗ് പോർട്ടും ഒരു മൈക്രോഫോണാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സ്പീക്കർ വരുന്നത് ഫോണിൻ്റെ ബാക്ക് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് സിം ട്രേ ആണ്. സിം ട്രേയിൽ ഹൈബ്രിഡ് സോർട്ട് അല്ല നൽകിയിട്ടുള്ളത്. ഡെഡിക്കേറ്റഡ് ആയിട്ട് SD കാർഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ടോപ്പ് ഭാഗത്ത് ഒരു 3.5mm ഓഡിയോ ജാക്കും ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷനും ഒരു IR-ഉം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ വരുന്നത് 5.45 ഇഞ്ച് 13.8 സെൻറ്റിമീറ്ററിൽ ഒരു 5.45 ഇഞ്ച് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേ കളേഴ്സ് നല്ല വൈബ്രൻറ്റ് കോൾഡും ആയിട്ടുള്ള കളേഴ്സാണ്. ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്താണ്. ഈ ഫോൺ റൺ ആവുന്നത് ആൻഡ്രോയിഡ് 8.0ൻ്റെ സഹായത്തോടെ MIUI 9ലാണ്. അപ്പം MIUI 10ൻ്റെ അപ്ഡേറ്റ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട്. എനിക്കൊന്ന് 2 സ്ലോട്ടിലും ഡെഡിക്കേറ്റഡ് ആയിട്ട് 4G വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കി കഴിഞ്ഞാൽ 3000 mAhൻ്റെ ഇൻബിൽറ്റ് ബാറ്ററിയാണ് ലഭിക്കുന്നത്. ഒരു 1 ഡേ കംപ്ലീറ്റ് യൂസിന് ഇത് ഹെൽപ്ഫുള്ളാണ്. ഇനി ഫോണിൻ്റെ CPU പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ 1.8 GHz ഒക്ടാ കോർ ഹീലിയോ P22 പ്രൊസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഷോമി മീഡിയാടെക് കോമ്പിനേഷനിൽ ഒരു ഗ്യാപ്പിന് ശേഷം ഇറങ്ങുന്ന ഫോണാണ് റെഡ്മി 6. ഫോണിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ ഒരു 12+5 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വിത്ത് LED ഫ്ലാഷ് ലൈറ്റ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. F2.0 ആണ് ഇതിൻ്റെ അപ്പാച്ചർ ലെവൽ എന്ന് പറയുന്നത്. ബൊക്കെ എഫക്റ്റ്, പനോരമ, പോർട്രേറ്റ്, മാനുവൽ മോഡ് തുടങ്ങിയ ഒരുപാട് മോഡുകളും റിയർ ക്യാമറയിൽ നമുക്ക് അവൈലബിൾ ആണ്. സെൽഫി ക്യാമറ ഫ്രണ്ട് ക്യാമറയ്ക്ക് f1.8 അപ്പാർച്ചർ ലെവലോടുകൂടി ഒരു 5 മെഗാപിക്സൽ ലെൻസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സെൽഫി ക്യാമറയും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. ഇനി വരുന്ന കാര്യം, ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റും ഫേസ് ഡേറ്റയും അതായത് ഫേസ് അൺലോക്കും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഫിംഗർ പ്രിൻറ്റ് ലോക്കോ അല്ലെങ്കിൽ ഫേസ് അൺലോക്കോ ഉപയോഗിക്കാവുന്നതാണ്. ഫിംഗർ പ്രിൻറ്റ് നല്ല റെസ്പോൺസീവ് ആണ്. ഇവൻ നല്ല ഫാസ്റ്റുമാണ്. ഒരു ലാഗോ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. ഇനി ഫോൺ വാങ്ങാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ബിലോ ഒരു 8500 rupeesൽ നല്ലൊരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫേസ് അൺലോക്ക്, ഫിംഗർ പ്രിൻറ്റ് സെൻസർ, നല്ല ബാറ്ററി ബാക്കപ്പ്, നല്ല ക്യാമറ ക്വാളിറ്റി എല്ലാം കിട്ടുന്ന ഒരു ഫോൺ തന്നെയാണിത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.